കുന്തം, കുടച്ചക്രം ഇതൊക്കെ നമ്മുടെ കേരള സർക്കാരിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്ഥിരം വാഗ്ധോരണിയിൽ പെടുന്നതാണ്. മറ്റാരുമല്ല, സജി ചെറിയാനാണ് ആ മന്ത്രി. അദ്ദേഹം ഇതാ പുതിയൊരു പുലിവാലിൽ പിടിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നതിൻ്റെ മെറിറ്റ്, അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യുന്നതിൻ്റെ രീതി, സ്വഭാവം ഒക്കെ വിശകലനം ചെയ്ത് സജി ചെറിയാൻ ഒരു വലിയ സത്യം അങ്ങനെ അങ്ങ് തുറന്നു പറഞ്ഞു. അതാണ് ഇപ്പോൾ വലിയ പുലിവാല് പിടിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ ചില ജയിച്ചു വന്ന ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ജയിച്ചു വന്നവരുടെ പേരുകളൊക്കെ നിങ്ങളെടുത്തൊന്ന് വായിച്ചു നോക്കണം എന്നായിരുന്നു സജി ചെറിയാൻ്റെ പരാമർശം. ഇത് സത്യത്തിൽ പാച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. ഇത് ഈ സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാർ ഇത്തരത്തിൽ നാട് നീളെ പറഞ്ഞു നടക്കുന്നത് വാസ്തവത്തിൽ ഒരു നിയമപ്രശ്നം കൂടിയാണ്, ക്രമസമാധാന പ്രശ്നം കൂടിയാണ്. കാരണം ജനങ്ങളെ, ഈ വോട്ടർമാരെ ഈ തരത്തിൽ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ഭിന്നിപ്പിച്ച് അവരെ തമ്മിലടിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാസർഗോഡ് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനവിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരൊന്നും അവിടെ താമസിക്കുന്നില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലല്ലോ അതിനെ കരുതേണ്ടത്. അപ്പോൾ ജനം വോട്ട് ചെയ്യുന്നത് പല കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അവിടെ അവരെ ഈ പറഞ്ഞതുപോലെ വർഗീയതയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കും, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ശ്രമിക്കും. അതൊക്കെ തരാതരം പോലെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളം രൂപീകരിച്ചത് മുതൽ, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നമുക്കിതൊക്കെ പരിചിതമാണ്. നമ്മുടെ രാജ്യം എന്തിനാണ് വെട്ടിമുറിക്കപ്പെട്ടത്? അത് മതവിശ്വാസത്തിൻ്റെ പേരിലല്ലേ? വാസ്തവത്തിൽ ആ മതവിശ്വാസം അവിടെ ഒരു പ്രശ്നമായി കടന്നു വരേണ്ടതുണ്ടായിരുന്നു? ഇല്ല. അതിനെ സമർത്ഥമായിട്ട് മുതലെടുത്തത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രം, ആ നയം ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിൽ കലാശിച്ചത്. നമുക്കറിയാം, 1905-ലും 1906-ലും ബംഗാൾ വിഭജിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, ബ്രിട്ടീഷുകാർക്ക് അവസാനം ആ വിഭജനം എഴുതിയ കടലാസ്, അല്ലെങ്കിൽ ആ ഉത്തരവ് കീറി സ്വന്തം പോക്കറ്റിലിടേണ്ടി വന്നു. 1910-ൽ അവർക്ക് ആ വിഭജനം പിൻവലിക്കേണ്ടി വന്നു. കാരണം ബംഗാൾ ജനത ഒറ്റക്കെട്ടായി, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പഞ്ചാബിയും, സിഖുകാരനും അതുപോലെ ബൗദ്ധനും ജൈനനും പാഴ്സിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഭാരതീയരാണ്. അന്ന് ഇന്ത്യ എന്നുള്ള പേര് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് അന്ന് അറിയപ്പെടുന്നത്. അന്ന് ഭാരതം എന്നുള്ള പേരാണുള്ളത്. ഞങ്ങളെല്ലാവരും ഭാരതീയരാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം അഴിച്ചുവിട്ടു. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഭജനം ബ്രിട്ടീഷ് സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത്. അങ്ങനെ പിൻവലിച്ച് തോറ്റുമടങ്ങിയ ബ്രിട്ടീഷുകാർ അന്നൊരു പ്രതിജ്ഞ ചെയ്തു: ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ വെട്ടിമുറിക്കും. 1947-ൽ അവർ വിജയിച്ചു. നമ്മുടെ രാജ്യത്തെ മതവിശ്വാസത്തിൻ്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചു. ആ തന്ത്രം ഇന്നും ബ്രിട്ടീഷുകാർ പയറ്റി വിജയിച്ച ആ തന്ത്രം ഇന്നും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ പിന്തുടരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സജി ചെറിയാൻ്റെ ഈ പ്രസ്താവന എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ കാസർഗോഡും മലപ്പുറത്തും ഒക്കെ ഇത്തരത്തിൽ ജയിക്കുന്ന ആൾക്കാർ വാസ്തവത്തിൽ വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും ജാതിയും മതവും ഒക്കെ വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടർ പരിഗണിക്കുമായിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം വോട്ടർക്കുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കണം. ആ ഡിവിഷൻ, ആ ഒരു വിഭജനം സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനാണ് ശ്രമം. അതായത് സത്യത്തിൽ CPM-ന് കാര്യം മനസ്സിലായി. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇനി കിട്ടില്ല. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി. ഇത്രയും കാലം, കഴിഞ്ഞ 10 വർഷം
BJP, RSS എന്നുള്ള കാർഡുകളൊക്കെ ഇറക്കി നരേന്ദ്രമോദി ഗുജറാത്ത് കലാപം എന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങി വിജയിച്ചു കൊണ്ടിരുന്നു. നിങ്ങളെ മോദിയിൽ നിന്ന് രക്ഷിക്കാൻ, RSSൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ, ഈ ഒരു പിണറായി വിജയനെ ഉള്ളൂ എന്ന ഒരു നരേറ്റീവ്, അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിച്ച് അത് പ്രചരിപ്പിച്ചാണ് CPM മുന്നോട്ട് പോയത്. നമുക്കറിയാം 2015 ശേഷം 2016 മുതൽ അതിനുവേണ്ടി നിരവധി തന്ത്രങ്ങൾ അവർ പയറ്റി. അതിലൊന്നാണ് ഈ ബീഫ് ഫെസ്റ്റിവൽ. ഇല്ലാത്ത ബീഫിൻ്റെ പേരിൽ ഒരു കൊലപാതകത്തെ മുൻനിർത്തി ഈ പറയുന്നത് പോലെ ഒരു പ്രക്ഷോഭം കേരളത്തിൽ ആരംഭിച്ചു. അതിൻ്റെ പേരാണ് ബീഫ് ഫെസ്റ്റിവൽ. അങ്ങ് ഡൽഹിയിൽ കേരള ഹൗസിൽ ബീഫ് വിളമ്പുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിവരദോഷി അവിടെ ബഹളമുണ്ടാക്കി, അവിടെ കടന്നു ചെന്ന് പ്രശ്നമുണ്ടാക്കി. അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ മറയാക്കിക്കൊണ്ട് കേരളത്തിലെമ്പാടും CPM ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ മോദി സർക്കാർ ഇടപെടുന്നേ, മോദി സർക്കാർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ കേരള ഹൗസിൽ ഇങ്ങനൊരു സംഭവം നടന്നു. അവിടെ ഒരാൾ കടന്നു ചെന്ന് പ്രശ്നമുണ്ടാക്കി. അവർ പോലീസിനെ വിളിച്ചു, പോലീസ് ഇടപെട്ടു, അയാളെ അവിടുന്ന് മാറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്കറിയാം, വാർത്തകളുടെ ലോകത്ത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കും. അങ്ങനെ ലോകം ചുറ്റി വന്ന ഒരു നുണയാണ് ഈ ബീഫ് ഫെസ്റ്റിവലിന് കാരണമായത്. അതിലൂടെ CPM നേടിയത് വലിയ നേട്ടമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും UDFനൊപ്പം നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷം അതോടുകൂടി കോൺഗ്രസിനെ, UDFനെ കൈയൊഴിഞ്ഞ് ഇടതുപക്ഷ CPM ലാവണത്തിലേക്ക് വന്നു. അതിന് മറ്റൊരു കാരണവും കൂടി ഉണ്ടായി. വലിയ രീതിയിൽ നമ്മുടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും കേവലം 52 മറ്റോ സീറ്റുകൾ, 54 സീറ്റുകളിലാണ് കോൺഗ്രസ് 2014 ജയിച്ചത്. അങ്ങനെ ജയിച്ചു വന്ന ആ കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ, അത്രത്തോളം വലിയ തകർച്ച, വലിയ പരാജയം നേരിട്ട കോൺഗ്രസിൽ നിന്ന് ഏതാണ്ട് നിരവധി ദേശീയ നേതാക്കൾ BJPയിലേക്ക് പോയി. സ്വാഭാവികമാണ്. 2004 BJP അധികാരത്തിൽ നിന്ന് പുറത്തുപോയി UPA നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAയുടെ നേതൃത്വത്തിൽ അവിടെ സർക്കാർ ഡൽഹിയിൽ വന്നപ്പോൾ നിരവധി BJPയിലുണ്ടായിരുന്ന നേതാക്കളും ഘടകകക്ഷികളും അത് വിട്ടിട്ട് UPAയ്ക്കൊപ്പം പോയി. രാംവിലാസ് പാസ്വാൻ 2004 BJP തോറ്റു എന്ന്, അല്ലെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തായി എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പതുക്കെ BJPയെ വിട്ടിട്ട് UPAയ്ക്കൊപ്പം പോയി. പിന്നീട് 2014 BJP തിരിച്ചു വരും എന്ന് മനസ്സിലായപ്പോഴാണ് രാംവിലാസ് പാസ്വാൻ തിരികെ വന്നത്. ഇത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. നിരവധി നേതാക്കളും അവരുടെ ഘടകകക്ഷികളും ഒക്കെ പാർട്ടി വിട്ട്, മുന്നണി വിട്ട് പുറത്തുപോയി. ഇതെല്ലാം വലിയ രീതിയിൽ കേരളത്തിൽ പ്രൊപ്പഗാൻഡയ്ക്ക് വിധേയമായി, പ്രചാരണത്തിന് വിധേയമായി. കാരണം ഇവിടെ ഇടതുപക്ഷം വലിയ രീതിയിൽ അവരുടെ എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച് ഇതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. കോൺഗ്രസ് BJPയായി മാറിയിരിക്കുന്നു, കൈപ്പത്തി താമരയായി മാറിയിരിക്കുന്നു എന്ന്. ഇങ്ങനെ പ്രചരിപ്പിച്ച CPM വലിയ നേട്ടമാണ് 2016 2021 ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അവർക്കാകപ്പാടെ തിരിച്ചടി കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ്. 2019 2024 കേവലം ഓരോ സീറ്റിൽ മാത്രം ജയിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഈ ഒരു സാഹചര്യത്തെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ഇക്കുറി 2024 കഴിഞ്ഞ് 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. കാരണം 7 ജില്ലാ പഞ്ചായത്തുകളൊക്കെ വിജയിച്ചു, വോട്ടിംഗ് ശതമാനം നിലനിർത്താനായി എന്നൊക്കെ പറയുന്നെങ്കിലും അതൊന്നും സത്യമല്ല, ശരിയല്ല. വലിയ തിരിച്ചടിയാണ് CPMന് ഈ 2025 ലഭിച്ചത്. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ കനത്ത പ്രഹരം മുഖമടച്ച് കിട്ടിയത് തിരുവനന്തപുരം നഗരസഭ അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. വെറുതെ നഷ്ടപ്പെടുകയല്ല, അത് BJP പിടിച്ചെടുത്തു എന്നുള്ളിടത്താണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമായ CPMും LDFും തിരിച്ചു വരാൻ, ഈ ഭരണ തുടർച്ച കിട്ടാൻ വലിയ രീതിയിൽ ഇവിടെ വർഗീയ വികാരം ഇളക്കി വിടുന്നുണ്ട്. ആ ഇളക്കിവിടലിൻ്റെ ഫലമായിട്ട് ഞാനീ പറയുന്ന ഇവിടെ വർഗീയത ഇല്ലെന്നോ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വർഗീയത എടുത്ത് പയറ്റുന്നില്ലെന്നോ ഒന്നുമല്ല. അതൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷേ CPM ഈ ചെയ്യുന്നത്
ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെട്ടു. ഇനി ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് പിടിച്ചു നിർത്തണം. അതിന് എന്താണ് വഴി? ഭൂരിപക്ഷത്തെ ആകാവുന്നത്ര പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരാണ് CPM. നമുക്കറിയാം, ശബരിമലയിൽ ഒരു കോടതി വിധിയുടെ, സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയുടെ ചുവട് പിടിച്ച് ആ വിധിയിൽ പിടിച്ചുകൊണ്ട് അവിടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ അഭ്യാസം നമ്മൾ കണ്ടതാണ്. അത് ഈ നാട്ടിലെ ഭക്തരെ വെല്ലുവിളിച്ചുകൊണ്ട് CPM വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളതും നാം മറക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത CPM ഇന്നിപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടെങ്കിലും വേണം. അത് നഷ്ടപ്പെട്ടുകൂടാ. ഭൂരിപക്ഷ വോട്ട് അവർക്കറിയാം. നേരത്തെ പാർട്ടിയുടെ മിഷണറി ഉപയോഗിച്ച്, പാർട്ടിയുടെ കേഡർ സംവിധാനം ഉപയോഗിച്ച് അവർ നല്ല രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി കയ്യിൽ വച്ചിരുന്നു. ഏതാണ്ട് ഈ പോൾ ചെയ്യപ്പെടുന്ന വോട്ടിൻ്റെ ഒരു 20% വരെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം CPM-നുണ്ട് എന്നുള്ളത് സുവിദിതമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞതുപോലെ നിഷ്പക്ഷരായ മനുഷ്യരുടെ വോട്ട്, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ഇതെല്ലാം നേടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ CPM അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇന്ന് CPM-ന് മനസ്സിലായി കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. പഴയതുപോലെ ആ ഭൂരിപക്ഷ വോട്ട് ഇന്ന് ഇല്ല നമ്മുടെ കയ്യിൽ. അത്രയും ശതമാനം വോട്ട്, വലിയ ഇടിവ് അതിൽ ഉണ്ടായിരിക്കുന്നു. അത്രയും ശതമാനം വോട്ട് ഇന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ ഭൂരിപക്ഷ വോട്ട് തങ്ങൾക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് തരം പോലെ വർഗീയതയെങ്കിൽ വർഗീയത, മറ്റു വല്ലതുമാണെങ്കിൽ അത്, ഇങ്ങനെ നിരന്തരം ഇതേക്കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അത് സഖാവ് AK ബാലനാണെങ്കിലും ശരി, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും ശരി, മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ശരി, ഇപ്പോൾ മന്ത്രി സജി ചെറിയാനാണെങ്കിലും ശരി, അവരുടെ ശ്രമം അതിനു വേണ്ടിയിട്ടാണ്. അത് ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കേരളം വളരെ വല്ലാത്തൊരു ഭയാനകമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യർ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഒക്കെ ഇതിനെതിരെ അതിശക്തമായ നിലപാടെടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ആഗ്രഹിക്കാനും ആശംസിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ കേരളത്തെ വല്ലാത്ത ഒരു ദുരിതത്തിലേക്ക് കൊണ്ടുവിടും എന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.